പ്രിയ വിദ്യാർത്ഥികളെ, മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ കോഴ്സിലെ 1-ാം വർഷത്തിലെ 1-ാമത്തെ ടേമിലെ വൊക്കേഷണൽ സ്കില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ 1-ാമത്തെ ചാപ്റ്ററാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് റോൾ ഓഫ് മെഡിക്കൽ ഡിവൈസസ്. ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സംവിധാനിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ, ആളുകൾ, വിഭവങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് അഥവാ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സൗഖ്യത്തെയാണ്. രോഗനിർണയത്തിനും ചികിത്സക്കുമായി നിർമ്മിച്ച് സംവിധാനിച്ച സ്ഥാപനത്തെയാണ് ഹോസ്പിറ്റൽ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. രോഗികളുടെ പരിചരണം, രോഗനിർണയവും ചികിത്സയും, ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, മെഡിക്കൽ വിദ്യാഭ്യാസവും പരിശീലനവും, മെഡിക്കൽ നഴ്സിംഗ് മേഖലയിലെ ഗവേഷണവും, രോഗങ്ങളെ തടയാനുള്ള മുൻകരുതലുകളും ആരോഗ്യ പ്രോത്സാഹനവും തുടങ്ങിയവയാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രധാന ഫംഗ്ഷനുകൾ. ഹോസ്പിറ്റലിനെ നമുക്ക് പ്രധാനമായും 3ആയി തരംതിരിക്കാം. 1 സ്മോൾ, 2 മീഡിയം, 3 ലാർജ്. 100 രോഗികളെ വരെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലുകളെ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. 100 മുതൽ 300 ബെഡ് കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റലുകളെ മീഡിയം ഹോസ്പിറ്റൽ എന്നും, 300-ൽ കൂടുതൽ ബെഡ് കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റലുകളെ ലാർജ് ഹോസ്പിറ്റൽ എന്നും വിളിക്കുന്നു. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിനെ 2 സെക്ടറുകളായി തരംതിരിക്കാം: പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പോളിക്ലിനിക്സ്, നഴ്സിംഗ് ഹോം, ഡിസ്പെൻസറീസ്, ജനറൽ പ്രാക്ടീഷണർ ക്ലിനിക്സ് തുടങ്ങിയവ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്നു. പബ്ലിക് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: 1 പ്രൈമറി, 2 സെക്കൻഡറി, 3 ടേഴ്സറി. ഇതിൽ പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൻ്റെ കീഴിൽ വരുന്നവയാണ് സബ് സെൻ്ററുകളും പ്രൈമറി ഹെൽത്ത് സെൻ്റർ അഥവാ PHCകളും. സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൻ്റെ കീഴിൽ വരുന്നവയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് അഥവാ CHC, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളും. ടേഴ്സറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൻ്റെ കീഴിൽ വരുന്നതാണ് മെഡിക്കൽ കോളേജുകൾ. പ്രൈമറി ഹെൽത്ത് കെയർ സബ് സെൻ്ററുകളും PHCയും അടങ്ങിയതാണ്. ഇതിൽ സബ് സെൻ്ററിൽ സാധാരണയായി ഡോക്ടർ ഉണ്ടാവാറില്ല. ആശാ വർക്കറിൻ്റെയും ANM അഥവാ ആക്സിലറി നഴ്സ് മിഡ്വൈഫിൻ്റെയും സഹായത്തോടു കൂടിയാണ് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ PHCകളിൽ MBBS ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാണ്. സെക്കൻഡറി ഹെൽത്ത് കെയർ എന്നത് പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ ഒരു റെഫറൽ ലെവലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ആയ ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രിഷ്യൻ തുടങ്ങിയവരുടെ സേവനം ലഭ്യമാണ്. ടേഴ്സറി ഹെൽത്ത് കെയറിൽ സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്, അതേപോലെ എക്സ്പേർട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് തുടങ്ങിയവ സംവിധാനിച്ചിരിക്കും. അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ മെഡിസിൻ അതിൻ്റെ പ്രോസസ്സുകളും ഈ ടേഴ്സറി ഹെൽത്ത് കെയറിൻ്റെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ആയി ചെയ്യാറുണ്ട്. ഇതിനെ നമ്മൾ കോട്ടനറി ഹോസ്പിറ്റൽസ് എന്നും പറയാറുണ്ട്. ഒട്ടുമിക്ക പ്രാഥമിക ആരോഗ്യ സേവനങ്ങളും ലഭ്യമാവുന്ന സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനമാണ് സബ് സെൻ്റർ. സമൂഹവും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റവും ആയുള്ള ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റാണ് സബ് സെൻ്ററുകൾ. മാതൃ ശിശു സംരക്ഷണം, സേഫ് ഡെലിവറി, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ഫാമിലി വെൽഫെയർ സേവനങ്ങൾ, പ്രൈമറി മെഡിക്കൽ കെയർ, കമ്മ്യൂണിക്കബിൾ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ആയ രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടികൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കലാണ് സബ് സെൻ്ററിൻ്റെ പ്രധാന ധർമ്മം. ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാവുന്ന ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലെ ആദ്യത്തെ സ്ഥലമാണ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. മെഡിക്കൽ കെയർ, മാതൃ ശിശു ആരോഗ്യ സംരക്ഷണം, ഫാമിലി പ്ലാനിംഗ്, സേഫ് വാട്ടർ സപ്ലൈ ആൻഡ് ബേസിക് സാനിറ്റേഷൻ, എൻഡമിക് ഡിസീസിൻ്റെ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ആരോഗ്യ വിദ്യാഭ്യാസം, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, റെഫറൽ സർവീസസ്, ഹെൽത്ത് അസിസ്റ്റന്റ്, ഹെൽത്ത് വർക്കേഴ്സ്, ഹെൽത്ത് ഗൈഡ്സ് തുടങ്ങിയവർക്കുള്ള ട്രെയിനിങ്, ബേസിക് ലബോറട്ടറി വർക്ക് തുടങ്ങിയവയാണ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ധർമ്മങ്ങൾ. 6 സബ് സെൻ്ററുകൾക്ക് ഒരു PHC എന്ന നിലയിലാണ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ സംവിധാനിച്ചിട്ടുള്ളത്. സെക്കൻഡറി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ അഥവാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലെ
ഫസ്റ്റ് റഫറൽ യൂണിറ്റായിട്ടാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളെ പരിഗണിക്കപ്പെടുന്നത്. 4 പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന നിലയിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഫിസിഷ്യൻ, സർജൻ തുടങ്ങി 4 സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള 30 ബെഡുകളും അടങ്ങിയതാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. സർജറി, മെഡിസിൻ തുടങ്ങിയവയുടെ എമർജൻസി കെയർ, മെറ്റേണൽ ഹെൽത്ത്, ന്യൂബോൺ കെയർ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ഫാമിലി പ്ലാനിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ മുഖേന നടപ്പാക്കുന്ന നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, സ്കൂളുകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, എസൻഷ്യൽ ലബോറട്ടറി സർവീസസ്, റഫറൽ ട്രാൻസ്പോർട്ട് സർവീസസ്. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഒരു രോഗിയെ അത്യാവശ്യമായി ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ കൊണ്ടുപോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ട്രാൻസ്പോർട്ട് സംവിധാനം, മെറ്റേണൽ ഡെത്ത് റിവ്യൂ തുടങ്ങിയവയാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഒരു കമ്പാരിസൺ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സബ് സെൻ്റർ 5000 ആളുകൾക്ക് ഒരു സബ് സെൻ്റർ, ഇതാണ് പ്ലെയിൻ ഏരിയയിൽ. ഹില്ലി ഏരിയയിൽ 3000 ആളുകൾക്ക് ഒരു സബ് സെൻ്റർ. സ്റ്റാഫുകളുടെ എണ്ണം 3 മുതൽ 4 വരെ. കിടത്തി ചികിത്സ സബ് സെൻ്ററിലില്ല. ഏകദേശം 1,57,000 കൂടുതൽ സബ് സെൻ്ററുകൾ 2019 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഏകദേശം 30,000 ആളുകൾക്ക് ഒരു PHC. പ്ലെയിൻ ഏരിയയിൽ, ഹില്ലി ഏരിയയിൽ 20,000 ആളുകൾക്ക് ഒരു PHC. 13 മുതൽ 21 വരെ സ്റ്റാഫ് ഉണ്ടായിരിക്കും. 4 മുതൽ 6 വരെ രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. 30,000-ലധികം PHCകൾ ഇന്ത്യയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ 1,20,000 ആളുകൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. അതേപോലെ ഹില്ലി ഏരിയയിൽ 80,000 പേർക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. 46 മുതൽ 52 വരെ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. 6,000-ലധികം CHCകൾ ഇന്ത്യയിൽ 2019 കണക്ക് പ്രകാരം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ജില്ലക്കകത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ തുടങ്ങിയവയുടെ ഒരു റഫറൽ യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അഥവാ ജില്ലാ ആശുപത്രികൾ. 75 മുതൽ 500 ബെഡ് കപ്പാസിറ്റിയുള്ള ജില്ലാ ആശുപത്രികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജില്ലാ ആശുപത്രിയുടെ ഫങ്ഷൻസ് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒരു ജില്ലക്കകത്തുള്ള നഗരത്തിലെയും ഗ്രാമത്തിലെയും ജനങ്ങൾക്ക് ഇഫക്റ്റീവ്, അഫോർഡബിളുമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ജില്ലക്കകത്തുള്ള സബ് സെൻ്ററുകൾ, PHC, CHC, താലൂക്ക് ഹോസ്പിറ്റൽ, സബ് ഡിവിഷണൽ ഹോസ്പിറ്റൽ തുടങ്ങിയവയുടെ റഫറൽ ഹോസ്പിറ്റലായി വർത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ. പ്രാഥമിക ആരോഗ്യ പരിചരണത്തിനാവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് തുടങ്ങിയവ നൽകുക എന്നതാണ് മറ്റൊരു ഫംഗ്ഷൻ. ഇനി നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ പരിചയപ്പെടാം. ഇതിൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സും നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉൾപ്പെടുന്നതാണ്. കാഷ്വാലിറ്റി, എമർജൻസി സിറ്റുവേഷനിൽ ആംബുലൻസിൽ കൊണ്ടുവരുന്ന രോഗികൾ, ആക്സിഡൻറ്റിൽ ഉൾപ്പെട്ട രോഗികൾ, അതേപോലെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള മറ്റു രോഗികൾ എന്നിവരെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കാഷ്വാലിറ്റി. ചില ഹോസ്പിറ്റലുകളിൽ ഇതിനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്നും വിളിക്കാറുണ്ട്. അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്, വിവിധ സർജറികൾക്കും പ്രൊസീജിയറുകൾക്കും വേണ്ടി രോഗികൾക്ക് അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്. കാർഡിയോളജി, മനുഷ്യ ഹൃദയവും സർക്കുലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്ന വിഭാഗമാണിത്. രോഗം മൂർച്ഛിച്ച് സീരിയസ് ആയ രോഗികളെയും അതേപോലെ 24 മണിക്കൂറും നഴ്സിംഗ് കെയർ ആവശ്യമുള്ള രോഗികളെയും ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ക്രിട്ടിക്കൽ കെയർ അഥവാ ICU, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സീരിയസ് ആയ രോഗികളെയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ICU സംവിധാനിച്ചിരിക്കുന്നത്. ENT ഡിപ്പാർട്ട്മെൻറ്റ്, ചെവി, തൊണ്ട, മൂക്ക് ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ENT. ജെറിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, വൃദ്ധരുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ചികിത്സിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഗ്യാസ്ട്രോ എൻട്രോളജി, ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഗൈനക്കോളജി, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ യൂറിനറി ട്രാക്ട് ഇവയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയവ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. മെറ്റേണിറ്റി, നിയോനാറ്റൽ ആൻഡ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, നവജാത ശിശുക്കൾ, കുട്ടികൾ, മെറ്റേണിറ്റി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട
അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റാണിത്. പല ഹോസ്പിറ്റലുകളിലും ഇത് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ചില ഹോസ്പിറ്റലുകളിൽ ഇത് ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടും വർക്ക് ചെയ്യാവുന്നുണ്ട്. ന്യൂറോളജി ഹ്യൂമൻ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗനിർണയം, ചികിത്സ ഇത് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഒഫ്താൽമോളജി മുതിർന്നവരുടെയും കുട്ടികളുടെയും കണ്ണുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയവ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലുകൾ, മസിൽസ്, ലിഗമെൻറ്റ്സ്, നെർവ്സ് തുടങ്ങിയ മസ്കുലോ സ്കെലിറ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സ നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. യൂറോളജി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് അഥവാ കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, യൂറിത്ര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കുള്ള ചികിത്സ നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് മാനസിക അസുഖങ്ങളും ഡിസോർഡറുകളും ഉള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ OP ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന രോഗികളെ പരിചരിക്കുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മിക്കവാറും ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രത്യേകം ഔട്ട് പേഷ്യൻ്റ് സർവീസ് ഉണ്ടാവാറുണ്ട്. ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണിത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ഉപകരണങ്ങളും ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യുക എന്നതാണ് CSSD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല. ഇത് ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് ഒരു പരിധിവരെ തടയിടുന്നതാണ്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിനെ നീറ്റ് ആൻഡ് ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഹോസ്പിറ്റലിലെ മുഴുവൻ റൂമുകൾ ക്ലീൻ ചെയ്യുക, അതേപോലെ മെഡിക്കൽ വേസ്റ്റ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഇഫക്റ്റീവായി ഡിസ്പോസ് ചെയ്യുക തുടങ്ങിയവ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ്. കാറ്ററിംഗ് ആൻഡ് ഫുഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പേഷ്യൻസ് അഥവാ ഇൻപേഷ്യൻസ്, അവരുടെ ഫാമിലി, ഹോസ്പിറ്റൽ സ്റ്റാഫ് തുടങ്ങിയവർക്ക് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ച ന്യൂട്രീഷണൽ മെനു അനുസരിച്ചുള്ള ഫുഡ് സെർവ് ചെയ്യുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് മസാജസ്, ഹീറ്റ്, എക്സസൈസ് തുടങ്ങിയ വിവിധ ബോഡി ഹീലിംഗ് തെറാപ്പികളിലൂടെ ഒരു പേഷ്യൻറ്റിനെ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് സാധാരണ രീതിയിൽ ഔട്ട് പേഷ്യൻറ്റ് അതേപോലെ ഇൻപേഷ്യൻറ്റ് രണ്ട് വിഭാഗങ്ങൾക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ മരുന്ന് സപ്ലൈ ചെയ്യുക എന്നതാണ് ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ. രോഗികൾക്ക് മെഡിസിൻസ് സപ്ലൈ ചെയ്യുക എന്നതിനോട് കൂടി തന്നെ ഒരു ഹോസ്പിറ്റൽ സർജറി, അതേപോലെ പേഷ്യൻ്റ് കെയർ എന്നിവയ്ക്ക് ആവശ്യമായ മെഡിസിൻസും അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻസും സപ്ലൈ ചെയ്യലും ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷനിൽപ്പെട്ടതാണ്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻ്റോ ഔട്ട് പേഷ്യൻ്റോ ആയ രോഗികൾക്ക് ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ അഡ്വൈസ് നൽകുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയവ മെഡിക്കൽ ഇമേജിങ്ങുമായി ബന്ധപ്പെട്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങുന്നതിന് ആവശ്യമായുള്ള ഉപദേശനിർദ്ദേശങ്ങൾ നൽകുക, മെഡിക്കൽ ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ, ട്രെയിനിങ്, മെയിൻ്റനൻസ്, സർവീസ്, സൂപ്പർവൈസിംഗ് തുടങ്ങിയവ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽപ്പെട്ടതാണ്. മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണിത്. ലബോറട്ടറീസ് ബയോളജിക്കൽ സാമ്പിൾസിൻ്റെ ടെസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ. ടെസ്റ്റ് ചെയ്യുന്ന ബയോളജിക്കൽ സാമ്പിളിനനുസരിച്ച് ലാബുകളെ ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, മൈക്രോബയോളജി എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഇൻപേഷ്യൻ്റോ ഔട്ട് പേഷ്യൻ്റോ ആയ മുഴുവൻ രോഗികളുടെയും എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്യുകയും ആ ഫയലുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്ലംബിംഗ്, സ്റ്റീൽ വർക്ക്, സിവിൽ മെയിൻ്റനൻസ് വർക്ക് തുടങ്ങിയ എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും ചെയ്ത് ഒരു ഹോസ്പിറ്റലിനെ വർക്കിംഗ് കണ്ടീഷനിൽ നിലനിർത്തുക എന്നത്
ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽപ്പെട്ടതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, നെറ്റ്വർക്ക് സർവീസുകൾ, അതേപോലെ ഓൺലൈൻ പേഷ്യൻ്റ് സർവീസ് തുടങ്ങിയവ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. HR ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ എഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സസിനെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. ഹോസ്പിറ്റലിലെ എല്ലാ ജോലിക്കാർക്കും എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉറപ്പാക്കുക തുടങ്ങിയവ ഇതിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകളും ചെയ്യുന്നതും ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഉറപ്പുവരുത്തുന്നതും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തതായി റോൾ ഓഫ് മെഡിക്കൽ ഡിവൈസസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ടെക്നോളജിയുടെ അഭൂതപൂർവമായ പുരോഗതി മുഖേന കഴിഞ്ഞ 20 വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെന്ന് വളരെ ചുരുക്കമായി നോക്കാം. 56% റിഡക്ഷൻ ഇൻ ഹോസ്പിറ്റൽ സ്റ്റേസ്, 25% ഡിക്ലൈൻ ഇൻ ഡിസബിലിറ്റി റേറ്റ്സ്, 16% ഡിക്ലൈൻ ഇൻ ആനുവൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് അപ്രോക്സിമേറ്റ്ലി 3.2 years. ഒരു ഹോസ്പിറ്റൽ പുതുതായി നിർമ്മിക്കുന്ന സമയത്ത് അതിന് ചിലവാകുന്ന ആകെ തുകയുടെ 30% ഏകദേശം മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങുന്നതിലേക്ക് മാത്രമായി മാറ്റിവെക്കേണ്ട അവസ്ഥയാണുള്ളത്. അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെ നിലവാരം പലപ്പോഴും അളക്കുന്നത് പോലും ആ ഹോസ്പിറ്റലിൽ ലഭ്യമായ മെഡിക്കൽ ഉപകരണങ്ങളെ ആധാരമാക്കിയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.